ഇപ്പോൾ RV ബാബു ഹിന്ദു ഐക്യവേദി നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ RV ബാബു, കോടതിയുടെ ഈ നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് കോടതി ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. കോടതിയുടെ തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയത്തിൽ അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതായിരുന്നു. കാരണം ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ നടന്നിട്ടുള്ളത്. സംസ്ഥാനാന്തര തലത്തിൽ തന്നെ ബന്ധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അന്വേഷിക്കണം. അതിപ്പോ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനും അത്തരം പരിമിതികളുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മള് വളരെ ഗൗരവമായിട്ട് ആവശ്യപ്പെട്ടത് ഈ വിഷയം CBI പോലുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നായിരുന്നു. അപ്പോ ആ നിലയ്ക്ക് അല്ല ഇപ്പോ വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ കേസിനെ എത്ര കണ്ട് ബാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏതെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കാൻ സാധിക്കും, ഏതെല്ലാം മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ കഴിയും, ആരാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര്, ഇത്തരം കാര്യങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന്റെ ഗുണഫലം എത്ര കണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഏതായാലും ഹൈക്കോടതിയുടെ ഒരു തീരുമാനമാണല്ലോ. കോടതിയാണല്ലോ ഈ വിഷയത്തെ തന്നെ വലിയ തോതിൽ പുറത്തു വരാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് നല്ലത് സംഭവിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കോടതിയുടെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും. കൃത്യമായ മോണിറ്ററിംഗ് കോടതി നടത്തും. അന്വേഷണം വഴിതെറ്റി പോകാതെ, കുറ്റക്കാരെ രക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാതെ, യഥാർത്ഥ കുറ്റവാളികൾ എല്ലാവരും പുറത്തു വരുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളത് തീർത്തും ശരിയായ ഒരു നിലപാട് തന്നെയാണ്. കോടതിയുടെ ആ അന്വേഷണത്തെ നമ്മൾ സ്വാഗതം ചെയ്യുക. ശരി, ഇന്ന് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ആണ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അല്പസമയം മുമ്പാണ് ദേവസ്വം മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം ഈ കോടതി തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്, ഈ അന്വേഷണ സംഘത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒരു ആത്മവിശ്വാസക്കുറവും സർക്കാരിനില്ല എന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, ദേവസ്വം ബോർഡ് എന്നത് സ്വതന്ത്ര അധികാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതിൽ അനാവശ്യമായി സർക്കാർ ഇടപെടാറില്ല. ദേവസ്വം ബോർഡ് ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ മാത്രമാണ് സർക്കാരിൻ്റെ മേൽനോട്ടം ഉണ്ടാകുന്നത്. കോവിഡ് കാലത്തടക്കം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം നൽകിയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദേവസ്വം മന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതൊക്കെ രാഷ്ട്രീയമായ അജണ്ടയുടെ ഭാഗമായാണ് എന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത്. ഇതിനകത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ ദേവസ്വം മന്ത്രി പറയുന്ന പല കാര്യങ്ങളും വസ്തുതാപരമായി ശരിയല്ല. ഇപ്പോ കോവിഡ് കാലത്തടക്കം കോവിഡിന് പണം കൊടുത്തിട്ടുണ്ടാവും. എന്തിനാണ് പണം കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ 2015, 2016 ഓഡിറ്റ് റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ആ 2015, 2016 ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് 2014, 2015 2015, 2016 ദേവസ്വം ബോർഡിന് 235, 238 കോടി, അങ്ങനെ ആ ഏകദേശം രണ്ടും കൂടിയും ചേർന്ന് 500 കോടിയോളം രൂപ സർപ്ലസ് ആണ്. നിങ്ങൾ ആ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കുക. നമ്മൾ ആരും ഇതൊന്നും പരിശോധിക്കാതെയാണ് ഓരോരുത്തരും ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ അണ്ടത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ന്യൂസ് 8ന്റെ കയ്യിലുണ്ടോ? ഇല്ല. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയണമല്ലോ. അല്ല, തീർച്ചയായും താങ്കൾക്ക് പറയാം അത്. പക്ഷേ കോവിഡ് കാലത്ത് സ്വാഭാവികമായും ക്ഷേത്രങ്ങളിലെ വരുമാനം കുറയുകയും വലിയ പ്രതിസന്ധിയൊക്കെ നേരിടുകയും ചെയ്യില്ലേ? അല്ല, കോവിഡ് കാലത്ത് കൊടുത്തു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ദേവസ്വം ഫണ്ട് സർപ്ലസ് ആയിട്ട് അതിന് മുൻപ് 500 കോടി, ഞാൻ 2 വർഷത്തെ കാര്യം പറഞ്ഞത്. തുടർച്ചയായിട്ട് ദേവസ്വം ബോർഡിന്റെ വരുമാനത്തിൽ വർധനവാണ് വന്നിട്ടുള്ളത്. ആകെ കോവിഡിന്റെ സമയത്ത് മാത്രമാണ് 2018 സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ നിലപാടിന് വിരുദ്ധമായി ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചില പ്രതിഷേധങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കുറച്ച് കുറവുണ്ടാവാം. ആ 2 വർഷങ്ങൾ ഒഴിച്ച് സർപ്ലസ് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ട്. അപ്പോ കോവിഡിന് കൊടുത്തു എന്നുള്ളത് ഇത്ര മെയിൻ നടിക്കേണ്ട കാര്യമില്ല. അല്ല, അതെന്തുമാകട്ടെ, ഞാൻ പറഞ്ഞത് സർക്കാർ ദൈനംദിനമായി ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ഉദ്യോഗസ്ഥ തലത്തിലായിരിക്കാം ഈ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്. അത്തരം സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനുമാകുന്നില്ല. അതിന് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ അതിലേക്കാണ് അടുത്തത് വരുന്നത്. ദേവസ്വം മന്ത്രി പറയുന്നത് ദേവസ്വം ബോർഡ് ഒരു ഓട്ടോണമസ് ബോഡിയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബോഡിയാണ്. അതുകൊണ്ട് സർക്കാരിന് ഇടപെടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇടപെടുന്നില്ല എന്നാണ്. ഇത് തികഞ്ഞ തെറ്റായിട്ടുള്ള അയ്യപ്പ സംഗമം നടത്തിയതിൽ സർക്കാരിന്റെ റോൾ എന്തായിരുന്നു? അയ്യപ്പ സംഗമം നടത്തുന്നത് ആദ്യം നമ്മുടെ കൺമുമ്പിലില്ലേ, ആദ്യം വാസവനാണ് ഇത് അനൗൺസ് ചെയ്യുന്നത് തന്നെ. പിന്നെ കോടതിയിലെത്തിയപ്പോൾ കോടതിയല്ല ദേവസ്വം ബോർഡാണ്, ദേവസ്വം ബോർഡാണ് ഞങ്ങളല്ല എന്ന് പറഞ്ഞു. പിന്നീട് നടന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ.
അപ്പോ ദേവസ്വം ബോർഡ് നിയമിക്കുന്നത് ഈ സർക്കാരാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ദേവസ്വം ബോർഡിൽ ഒരു അദൃശ്യ ശക്തിയായിട്ട് സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതിനകത്ത് നമുക്ക് എന്തിനാണ് ഈ കണ്ണടച്ചിരിട്ടാക്കാൻ നോക്കുന്നത്? ദേവസ്വം മന്ത്രിക്ക് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? ഈ ദേവസ്വം മന്ത്രിയും അല്ലെങ്കിൽ സർക്കാരും ഈ CPM ഒക്കെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ സ്വാധീനം ചെലുത്തുന്നത്? കാരണം ഇവര് നിയമിച്ച ആൾക്കാരില്ലേ, ഇവർ അവരുടെ മേൽ സ്വാധീനം ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ? അപ്പൊ ഇതൊക്കെ ആരെയാണ് ഇവര് വഞ്ചിക്കാൻ നോക്കുന്നത്, കബളിപ്പിക്കാൻ നോക്കുന്നത്? അത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. ദേവസ്വം മന്ത്രിക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്, ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട്. ഇവര് രണ്ടുപേരും ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് വിശ്വാസികളെ വഞ്ചിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്. BJP നേതാവ് S. സുരേഷ് കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. അതിന് മുമ്പ് അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്നൊരു ഇടവേളയിലേക്ക്.